മധു, ഈ പറയുന്ന തിരികെ ജീവിതത്തിലേക്ക് വന്ന മനുഷ്യർക്കും പങ്കുവെക്കാനുള്ളത് വലിയ തോതിലുള്ള നഷ്ടങ്ങളുടെ കഥയും ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യവുമാണ്. ഉറ്റവരെല്ലാവരും നഷ്ടപ്പെട്ടിരിക്കുന്നു, തിരിച്ചു പോകാൻ ഒരിടമില്ല എന്ന യാഥാർത്ഥ്യബോധം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ രാത്രി മുഴുവനും ഉറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള പേടി, ആയുഷ്കാലത്തേക്ക് കൂടെ നിൽക്കുമോ എന്ന ആധി ഒക്കെ പേറിക്കൊണ്ടാണ് അവരെല്ലാവരും അവിടെ നിൽക്കുന്നത്. അതിനിടയിലാണ് നമ്മൾ നേരത്തെ സുകന്യയെ പോലെയുള്ള ആളുകളെ കാണുകയും ചെയ്യുന്നത്. ഈ പറയുന്ന ദുരിതാശ്വാസ കേന്ദ്രത്തിലുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥ അവർ ഇന്ന് പങ്കുവെച്ച കാര്യങ്ങൾ ഒക്കെ വലിയ തോതിൽ അനുഭാവപൂർവം കരുതലോടെ ഒക്കെ അവരെ ചേർത്ത് നിർത്തി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇനി. തീർച്ചയായും ഞാൻ ഇപ്പോൾ സുകന്യയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുകന്യ പറഞ്ഞൊരു പോയിന്റ് അതായിരുന്നു, നീ കുട്ടികൾക്ക് ഒരു പരമാവധി ഒരു 2 ആഴ്ച അപ്പോഴേക്കും സ്കൂളിൽ നിന്ന് മറന്നു വരുമല്ലോ. അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉരുളുപൊട്ടൽ മേഖലയിൽ നിന്ന് ഉള്ള ആളുകളെ മൊത്തം നമ്മൾ സ്കൂളുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും അവരുടെ മാക്സിമം ലെവൽ ബെസ്റ്റ് എന്താണോ അത് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ. പക്ഷേ ഈ ഒരു 10-15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ സ്കൂളിൽ നിന്ന് മാറിക്കൊടുക്കണം. ആ സമയം ആകുമ്പോഴത്തേക്കും ഇവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം റെഡിയാക്കി കൊടുക്കണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതായത് നമ്മുടെ പുനരധിവാസം വൈകിക്കരുത്. നമ്മളൊരു 6 മാസത്തോളം വാടക വീട്ടിലും അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാവരുത്. ഇവർക്ക് എത്രയും പെട്ടെന്ന് പുനരധിവാസത്തിനുള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച് നിൽക്കുന്ന ആളുകളാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വലിയ മുറിവുകളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് വന്നവരാണ്. അപ്പോൾ ഇനിയും ഒരു വീട് പോലും ഇല്ലാണ്ട് ഉള്ള അവസ്ഥയിൽ അവരെ. എന്തായാലും സുകന്യ, ഇവിടെ ഒരുപാട് പേരെ ഇനിയും ഈ തിരക്കിനിടയിൽ കുറച്ച് നേരെ വരുള്ളൂ എന്ന് ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. മധു, അതുതന്നെയാണ് ഈ ക്യാമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്ന് അതുതന്നെയാണ്. ഇവിടെ ഓരോ മനുഷ്യനും ഒരു സങ്കടത്തിൻ്റെ പുഴയായി അത് എത്തിച്ചേരുന്നു. അതൊരു നിസ്സഹായതയുടെ കടലായി ഇരമ്പിക്കൊണ്ടേയിരിക്കുന്നു. മധുവാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മധുവിൻ്റെ കൂടെ സുകന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പുത്തുമല ദുരിതത്തിൻ്റെ ഇരയായ ഒരാളാണ്. ഈ രാത്രി അവർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അവനവൻ്റെ വേദനയിൽ നിന്ന് ഉള്ള തിരിച്ചറിവുകളാണ്. എത്രത്തോളം അവിടുത്തെ മനുഷ്യർക്ക് കൂടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന തിരിച്ചറിവാണ്. അപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇത്രയും വർഷമായിട്ടും കയറിക്കിടക്കാൻ ഒരു വീട് ഒരുങ്ങാത്തതിൻ്റെ, അതിന് ഈ സംവിധാനങ്ങൾ കൂടെ നിൽക്കാത്തതിൻ്റെ ഒക്കെ കഥകളും വേദനകളും അവർക്ക് പങ്കുവെക്കാനുണ്ട്. അങ്ങനെ പലതുണ്ട്. ഈ മനുഷ്യർക്ക് ആ ഗതി വരരുത് എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സുകന്യ നമ്മൾ ചെവി കൊടുക്കേണ്ട വ്യക്തിയാണ്. അവർ സൂചിപ്പിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മലയാളി മനസ്സിലാക്കേണ്ടതുമാണ് എന്നതാണ് പ്രധാനം.